വിഷ്ണു പറഞ്ഞൊരു കാര്യമുണ്ട്, നിഖിലയും അനു ഒക്കെ എനിക്ക് അനുശ്രീയൊക്കെ എനിക്ക് നേരത്തെ സുഹൃത്തുക്കളാണ്, പക്ഷെ രണ്ടുപേരെയും മേപ്പടിയാൻ ചെയ്യാൻ വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് മേപ്പടിയാൻ വേണ്ടാന്ന് വെച്ചത്? ഒന്നുമില്ലായിരുന്നു അഭിനയിക്കാൻ, സത്യമായിട്ടും. ആദ്യമായിട്ട് എൻ്റെ അടുത്ത് കഥ പറയാൻ വരുമ്പം, മുഴുവൻ കഥ പറയുമ്പം കുട്ടി GP വരുന്നു, GP പോകുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു സ്ക്രിപ്റ്റ് കുത്തി വച്ചിരിക്കുകയാണ്, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി അതിനകത്തൊരു തേങ്ങയില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യാതിരുന്നത്. ശരിക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അഞ്ജു ചെയ്യുമ്പോഴത്തേക്കും അതിന് കുറച്ചുകൂടെ ആ ക്യാരക്ടറിന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവര്. എൻ്റെ അടുത്ത് പറയുമ്പം ഞാൻ ജീപ്പിൽ വന്ന് പോകുന്നുണ്ടായിരുന്നു, അനുശ്രീയുടെ അടുത്ത് പറയുമ്പോൾ GP വന്നതേ ഉള്ളൂ, പോയിട്ടില്ല. അപ്പൊ അത്ര പോലും ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത്, കാരണം ആ സിനിമ അതല്ലായിരുന്നു നോക്കി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കും അതങ്ങനെ എൻ്റെ ക്യാരക്ടറിന് ഇതിനകത്ത് കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള സ്പേസിലല്ല സിനിമ ഇരിക്കുന്നത്. അപ്പൊ എനിക്കത് ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പം അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് ചെയ്യില്ലല്ലോ. അപ്പം അത് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ വിളിക്കില്ല. അതിൽ കിട്ടാത്തോണ്ടായിരിക്കും ചിലപ്പോൾ ഇതിൽ വിളിച്ചിട്ടുണ്ടാവുക. ഒരു വാശി ഉണ്ടാവുമല്ലോ. എന്റെ അറിവിൽ അതാണ് ബേസിക്കലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ സിനിമ കഴിഞ്ഞപ്പോ തൊട്ട്, മേപ്പടിയാൻ കഴിഞ്ഞപ്പോ തൊട്ട്, വിഷ്ണുവേട്ടന് പരിചയമുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ഇവിടെ വെച്ചുകൊണ്ടാലും അവർ പറയും വിഷ്ണുവിന് വളരെ വിഷമമായിരിക്കില്ല മേപ്പടിയാനില്ല അഭിനയിക്കാനത്. അപ്പൊ ഈ ഒരു സാധനം ഇങ്ങനെ ഫീഡ് ചെയ്ത് ഇട്ടിട്ടാണ് വിഷ്ണുവിനൊരു കഥ പറയണ്ട, എന്നാ പോരട്ടെ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലേ. അങ്ങനെ മറ്റേ മാനിപ്പുലേറ്റ് ചെയ്താണ് എത്തിച്ചത്. അപ്പം എന്തോ ഒരു പ്രത്യേകത ആ കഥാപാത്രത്തിന് ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഉണ്ട്. ഈ ക്യാരക്ടർ എനിക്ക് എൻ്റെ ഒരു അരവിന്ദൻ്റെ അതിഥികൾ ഫ്ലേവറിലുള്ള ഒരു ക്യാരക്ടറൊക്കെ ഞാൻ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ആൾക്കാർക്കൊക്കെ എന്നെ ഇപ്പോഴും കാണാൻ ഇഷ്ടമുള്ളത് കുറച്ചുകൂടെ ഈ ഹോംലി, മറ്റേ അടുത്ത വീട്ടിലെ കുട്ടി, മറ്റേ അടക്കൊതുക്കുള്ള കുട്ടി, ഒരു സെറ്റപ്പിൽ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാനത് ചെയ്തിട്ട് കുറേ നാളെ. അപ്പോൾ എനിക്ക് മറ്റേ സാധനമൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനങ്ങനെ ഫുൾ ഓൺ ലവ് സ്റ്റോറി ചെയ്തിട്ടില്ല. വിഷ്ണു പറയുന്നത് സിനിമ എടുക്കാൻ ഇത്രയും പ്രയാസം ഉണ്ടായിരുന്നില്ല, ഇതിലേക്ക് ദേവിയ ചേച്ചി എത്തിക്കാനായിരുന്നു 1.5 വർഷം. ഒരുപാട് സംസാരിച്ചിരിക്കുന്നു. ഇതിന്റെ കുറെ കഥകൾ ഞാൻ കേട്ടു. 1.5 വർഷം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും റീസെന്റ് പറഞ്ഞ എന്തായിരുന്നു വിഷ്ണു? അതായത് ഏകദേശം 1.5 വർഷം സംസാരിച്ച് മാം ഓക്കെ എന്നൊന്നും പറയാത്ത ഒരു സിറ്റുവേഷനിൽ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നു. 4.25 മണിക്കൂർ. കുറച്ച് എക്സാജറേഷൻ 4.25 മണിക്കൂർ എന്ന് എടുത്തു പറയുകയുണ്ടായി. അപ്പം ഇതുവരെ എത്രയോ വലിയ വലിയ സംവിധായകർ സിനിമകളിലേക്ക് വിളിച്ചിട്ട് ഒന്നും വരാത്ത മേതിൽ ദേവിക എന്താണ് വിഷ്ണു എന്ത് പറഞ്ഞാണ് കഥ ഇന്നുവരെയിലേക്ക് കൊണ്ടുവന്നത്? എനിക്ക് തോന്നുന്നു കുറെ ഇവരുടെയൊക്കെ കുറെ ഭാഗങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്ണു. അപ്പൊ എനിക്ക് അതിന്റെ കുറെ ഇതൊക്കെ കാണിച്ചു തന്നിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ പെട്ടെന്ന് കൺവിൻസ്ഡ് ആയി. എന്താ വെച്ചാൽ അതുവരെ കഥ പറഞ്ഞു തന്നാണല്ലോ, ഇതിനൊരു മൊത്തത്തിലുള്ള ഒരു ലുക്കും വിഷ്വൽസും ഒക്കെ കണ്ടപ്പോഴേക്കും നമ്മൾ ആക്ച്വലി ഒരു 70% നമ്മുടെ അത്തരം സംശയങ്ങൾ ഇതാണ്. പിന്നെ ബാക്കിയൊക്കെ എല്ലാം ഫേവറബിളായി, അത്ര തന്നെ.